ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടംപൊരിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് മൈദപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. മൈദപ്പൊടിയിലിപ്പോൾ അപ്പക്കാരം ഒരു നുള്ളുപ്പ് എള്ള് ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത്, പിന്നെ ഇത് എള്ള് ബാക്കി കുറച്ചും കൂടി ഇടാനുള്ളതാണ്. പിന്നെ ഒരു നേന്ത്രപ്പഴം വേണം, പിന്നെ കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം വേണം. പഞ്ചസാര ഓവറായിട്ട് ഇട്ടിട്ടൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം. അങ്ങനെ നമ്മളതിലേക്ക് പഴം ഇങ്ങനെ മുറിച്ചിട്ട് ഈ പഴം ഇത് നന്നായിട്ട് ആദ്യം ഉടച്ച് കുഴച്ചെടുക്കണം. പഴം ഈ പൊടിയോടും കൂടി അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അതായത് ആ പഴമൊക്കെ കൂടി ഉടച്ച് വന്നപ്പോൾ ഏകദേശം ഈ പുട്ടും പൊടിക്കൊക്കെ പുട്ട് പൊടി നനച്ച് വയ്ക്കൂല, അതേപോലെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തു. അതിനുശേഷം വെള്ളം കുറച്ച് വെള്ളം മതി. ആ വെള്ളത്തിലിതാ ഇങ്ങനെ കുഴച്ചൊരു മാവ് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ രൂപത്തിലാക്കിയെടുത്തു. അങ്ങനെ നമ്മൾ ചുട്ടെടുത്തപ്പോഴാണ് ഗൈസ് ഫ്ലോപ്പായിപ്പോയി. ഒന്നാമത് രൂപം കിട്ടിയില്ല, പിന്നെ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ കരിഞ്ഞു പോയി. ഞാൻ അടുപ്പത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോൺ നോക്കിയിരുന്നതാണ്. പക്ഷേ എല്ലാവരും പറയും പോലെ ടേസ്റ്റിന് ഒരു കുറവുണ്ടെങ്കിൽ അടിപൊളി സാധനമായിരുന്നു. ഓക്കെ, ബൈ.